ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്ലൈഡ് മാസ്റ്റർ എന്താണെന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ വ്യൂ ടാബിൽ നിന്നും ഈ മാസ്റ്റർ വ്യൂസ് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. അവിടെ നിന്നും സ്ലൈഡ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സ്ലൈഡ് പെയിനിൽ കണ്ടിരുന്ന സ്ലൈഡുകളെല്ലാം മാറി ഇവിടെ ഒരുപാട് ലേഔട്ടുകൾ പ്രത്യക്ഷമായത്. അതിൽ ഈ ആദ്യം കാണുന്ന ഇതിനെ നമുക്ക് മാസ്റ്റർ ലേഔട്ട് എന്ന് വിളിക്കാം. അതിനുശേഷം അതിനുള്ളിലായി വിവിധ ലേഔട്ടുകൾ ഇവിടെ കാണാവുന്നതാണ്. ആദ്യം തന്നെ ലേഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാനായി ഞാൻ തൽക്കാലം ഈ മാസ്റ്റർ വ്യൂ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഹോം ടാബിൽ ലേഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവിധ തരം ലേഔട്ടുകൾ കാണാം. നമ്മൾ ഇതിൽ നിന്നാണ് ഓരോ ലേഔട്ടുകൾ നമ്മുടെ ആവശ്യാനുസരണം ഏതാണ് വേണ്ടതെന്ന്, ഇപ്പോൾ ടൈറ്റിലാണെങ്കിൽ ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ടൈറ്റിലും കണ്ടന്റുമുള്ള ഈ ഒരു ലേഔട്ട് സെലക്ട് ചെയ്യുന്നു. ഈ ലേഔട്ടുകളാണ് നമ്മുടെ സ്ലൈഡ് മാസ്റ്റർ വ്യൂവിൽ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ മാസ്റ്റർ ലേഔട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ ചൈൽഡ് ലേഔട്ടുകളിലേക്കും ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ഷേപ്പ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ മാസ്റ്റർ ലേഔട്ടിലാണ് ഈ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന് താഴെ വരുന്ന എല്ലാ ലേഔട്ടിലും ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ കാണാം. ഇനി മാസ്റ്ററിന് പകരം ഞാൻ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലേഔട്ടിലാണ് ഇതുപോലെ ഒരു ഷേപ്പ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ലേഔട്ടിൽ മാത്രമാണ് ആ റെക്റ്റാങ്കിൾ ഇവിടെ കാണാവുന്നത്. ബാക്കിയുള്ള ലേഔട്ടുകളിലൊന്നും ആ റെക്റ്റാങ്കിൾ ഇല്ല. ഇവിടെ നിന്നും ഈ റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ആദ്യം നമ്മൾ മാസ്റ്റർ ലേഔട്ടിൽ ക്രിയേറ്റ് ചെയ്ത റെക്റ്റാങ്കിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്കതിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ മാസ്റ്റർ ലേഔട്ടിൽ തന്നെ പോയി അവിടെ നിന്നും ചേഞ്ചസ് വരുത്താവുന്നതാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും വിവിധ തീമുകൾ ഈ സ്ലൈഡിന് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാം ആ തീം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്ലൈഡുകൾക്ക് അപ്ലൈ ആയത്. ഇനി നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ ലേഔട്ടിലെ ഈ രണ്ട് ഓപ്ഷൻ അൺചെക്ക് ചെയ്തുകൊണ്ട് ഇതിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിന്നും ഫൂട്ടർ, ടൈറ്റിൽ തുടങ്ങിയവ റിമൂവ് ചെയ്തും ആഡ് ചെയ്തും നൽകിയത് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഏത് ഫോണ്ട് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ഡോക്യുമെന്റിനെ ഒന്നാകെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ലേഔട്ട് അല്ല വേണ്ടത്. നമ്മുടെ തന്നെ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്നും ചെയ്യാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഏതെങ്കിലും ഒരു ലേഔട്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ലേഔട്ട് അഡീഷണലായി ആഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും വേണ്ട എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഇതിൽ നിന്നും ഫൂട്ടർ റിമൂവ് ചെയ്തു. ടൈറ്റിൽ തൽക്കാലം ഈ ഒരു ഭാഗത്ത് വെക്കുന്നു. അതിനുശേഷം ഈ റൈറ്റ് സൈഡിലായി ഒരു 4 പിക്ചർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ആ ഒരു ലേഔട്ടാണ് ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് ഇവിടെ നിന്നും ഇൻസേർട്ട് പ്ലേസ് ഹോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനിതിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ അതിനുവേണ്ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം ടെക്സ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ ക്രിയേറ്റ് ആയത്. അതുപോലെ തന്നെ വീണ്ടും എനിക്ക് റൈറ്റ് സൈഡിൽ പിക്ചർ ആഡ് ചെയ്യണം. അതിനായി ഞാൻ പിക്ചർ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം വീണ്ടും ഇവിടെ ഒരു പിക്ചറിനുള്ള ഒരു ലേഔട്ട് ക്രിയേറ്റ് ആയത്. ഞാൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. വീണ്ടും ഇവ രണ്ടും സെലക്ട് ചെയ്ത് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് താഴെയായി ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഇനി ഞാൻ ഈ മാസ്റ്റർ വ്യൂ ക്ലോസ് ചെയ്ത്
ഇവിടെ ഹോം ടാബിൽ ലേഔട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നേരത്തെ നമുക്ക് ഇവിടെ 9 ലേഔട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആഡ് ചെയ്ത ലേഔട്ടും ഇതിൽ ഇവിടെ കാണാവുന്നതാണ്. കസ്റ്റം ലേഔട്ട് എന്നാണ് തൽക്കാലം അതിന് പേര് വന്നിരിക്കുന്നത്. സോ ഞാനത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് ഈ ലേഔട്ടിന് കസ്റ്റം എന്നുള്ള പേര് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് നൽകണമെന്ന് വിചാരിക്കുക. സോ അതിനായി ഞാൻ വീണ്ടും വ്യൂ ടാബിൽ സ്ലൈഡ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ പോയി ഇവിടെ നമുക്ക് എഡിറ്റ് മാസ്റ്റർ എന്നുള്ള ഗ്രൂപ്പിലെ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ കാണും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയിം നൽകാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ന്യൂ ലേഔട്ട് എന്ന് പേര് നൽകി റീനെയിം ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഇവിടെ ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ലേഔട്ട് എന്നുള്ള പേര് വന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇതുപോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം അതിനെ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലേഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈലിൽ നമ്മുടെ ലേഔട്ട് മാറുന്നതാണ്. സോ അതുപോലെ തന്നെ ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലേഔട്ടിനെ കസ്റ്റമൈസ് ചെയ്യാം. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ സ്ലൈഡ് മാസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.